കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ സൈറ്റിലെ പരിഷ്കാരങ്ങൾ കാരണം പിഴയടച്ചാലും വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല. കേരളത്തിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട് കിടക്കുകയാണ്. വാഹനങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടെ ഒരു നടപടിയും RTO ഓഫീസുകളിൽ ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ജനം. സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് RTO മനോജ് TK റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രശ്നം ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കാം. അഞ്ജലി ശ്രീജിതാരാജ് ചേരും. സൈറ്റിൽ ഒരു അപ്ഡേഷൻ, ഒരു ന്യൂ ഫോർമേഷൻ വന്നിട്ടുണ്ട്. സേവ് വെരിഫൈ ഇഷ്യൂ എന്നുള്ള ഒരു തലം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഒരു ബ്ലാക്ക് ലിസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ അത് സേവ് വെരിഫൈ ഇഷ്യൂ എന്നുള്ള 3 തലങ്ങളിൽ കൂടി വേണം ചെല്ലാനായിട്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇന്നലെ ശ്രീ KB ഗണേഷ് കുമാർ അവർ ഇന്നലെ ഒരു യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ടായിരുന്നു, നാഗരാജ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും സാങ്കേതിക പിഴയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. അഞ്ജലി ചേരുന്നുണ്ട് നമുക്കൊപ്പം. അഞ്ജലി ശ്രീജിതാരാജ്. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ് അഞ്ജലി. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അഞ്ജലി, എന്തായാലും കുറേ ആൾക്കാരുടെ ഈ RC ബുക്ക് ട്രാൻസ്ഫർ, അതേപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പന, ഇതടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്നത് അല്ലേ? എന്താണ് RTO നമ്മളുമായി സംസാരിച്ചപ്പോൾ പറയുന്നത്? അടുത്ത കാലത്താണ് ഇത് മാറാനുള്ള സാധ്യതയുണ്ടോ? അതെ അരുൺകുമാർ, അതായത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഉള്ളത്. അതായത് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ വിവിധ ഗതാഗത നിയമന ലംഘനങ്ങളുടെ പേരിലാണ് വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ മാറ്റുന്നത്, കൂടാതെ ഇൻഷുറൻസ് അപേക്ഷിക്കുന്നത്, ഇൻഷുറൻസ് പുതുക്കുന്നത്, കൂടാതെ ലോൺ എടുക്കുന്നത്, ഇത്തരം പ്രശ്നങ്ങളാണ് ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാവുക. അതായത് ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നമാണ് നിലനിൽക്കുക. ഇപ്പോൾ സാധാരണഗതിയിൽ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് പുറത്ത് കടക്കുക എന്നത് പറയുന്നത് ഒരു അപേക്ഷ നൽകുക, തുടർന്ന് പിഴയടച്ചാൽ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും വണ്ടികൾ നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെയാണ് സാധാരണ ചെയ്തു വന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ സൈറ്റിലെ പരിഷ്കാരങ്ങൾ കാരണം ഇപ്പോൾ പിഴയടച്ചാലും ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് കേരളത്തിൽ കെട്ടിക്കിടക്കുന്നത്. കൂടാതെ ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ അതിലും കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ ബ്ലാക്ക് ലിസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ഒരു നടപടിയും ഇപ്പോൾ RTO ഓഫീസിൽ ചെന്നാൽ മോട്ടോർ വെഹിക്കിൾ ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിഗതികളാണുള്ളത്. ഈ ഒരു പരിവാഹൻ സൈറ്റിലെ പുതിയ പരിഷ്കാരമാണ്, അതായത് സേവ് വെരിഫൈ ഇഷ്യൂ എന്ന നിലയിലേക്കാണ് മാറ്റപ്പെടുക. അതായത് പിഴയടച്ചാലും ഈ ഒരു 3 തലങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമാണ് ഒരാൾക്ക് അയാളുടെ വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും മാറ്റാൻ കഴിയുകയുള്ളൂ. നേരത്തെ പിഴയടച്ചാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അടച്ചതിന് ശേഷം ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇത് അപ്പോഴും മാറ്റുമോ എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ NIC ആണ് ഈ ഒരു സൈറ്റിൻ്റെ ഈ ഒരു പ്രശ്നം മാറ്റേണ്ടത്. അതായത് കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് കരുതി തന്നെയാണ് ഇത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നത് എന്നാണ് RTO നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇത്തരൊരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അടുത്ത കാലങ്ങൾ, അതായത് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. അപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ, അതായത് ജനങ്ങൾക്കാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ MVD കൂടാതെ ഈ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിക്കടക്കം ഇത്തരത്തിൽ കത്തുകൾ അയച്ചു. കൂടാതെ മന്ത്രിയുമായി മീറ്റിംഗ് കൂടി ഈ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് തന്നെയാണ് മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ NIC ആണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര കാലം ഈ പ്രശ്നം നിലനിൽക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കൂടാതെ ആഴ്ചകളായി ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ മോട്ടോർ വെഹിക്കിൾ RTO ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ്. ഈ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഓക്കെ, താങ്ക് യു അഞ്ജലി.